ഹായ് ഗായ്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി അതുപോലെ യമ്മി ആയിട്ടുള്ളൊരു ചീസി ഗാർലിക് ബ്രെഡ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എല്ലാവരും സാധാരണ ഡോമിനോസിലും പിസ്സ ഹട്ടിലും ഒക്കെ പോയാലായിരിക്കും. നമുക്ക് വീട്ടിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചാലോ? ഓക്കെ, അതിനാദ്യമായിട്ട് ഞാനിവിടെ കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സോഫ്റ്റൻഡ് ബട്ടർ വേണം. നല്ല മൃദുവായിരിക്കുന്ന ബട്ടർ. ഓക്കെ, ഇത് ബട്ടർ നമ്മുടെ ഗാർലിക് ബട്ടറാണ്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഗാർലിക് ഇതിലേക്ക് ചേർക്കുന്നില്ല. നിങ്ങൾ പ്ലെയിൻ ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് 2 വെളുത്തുള്ളി ചെറിയ അല്ലി ചതച്ച് ചേർക്കുക. അതുപോലെ തന്നെ ഒറിഗാനോ ഒരു ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ഒറിഗാനോ ചേർക്കാം. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർക്കുക. ചെറിയൊരു എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നത്. നമ്മുടെ ഉണക്കമുളക് ചതച്ച് എടുത്താലും മതി. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ പ്ലെയിൻ ബട്ടർ ആണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പാഴ്സ്ലി ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ബട്ടർ എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അന്നേരം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ ബ്രെഡിലേക്ക് ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ ഈസി, അതുപോലെ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഓക്കെ, എന്നിട്ട് നമ്മുടെ പ്ലെയിൻ ബ്രെഡാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. വളരെ കനം കുറഞ്ഞ കോട്ടിങ് നമുക്ക് ബ്രെഡിന് കൊടുത്താൽ മതി. കാരണം ഒരുപാട് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അന്നേരം നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചും നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കും. നല്ല ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് മതിയെങ്കിൽ ലേശം ഒരു കനം കുറഞ്ഞ തിൻ കോട്ടിങ് നമുക്ക് ഈ ബ്രെഡിന് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ബ്രെഡിന് ഒരു വശത്ത് മാത്രമേ ഞാനിവിടെ ബട്ടർ അപ്ലൈ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മളതിൻ്റെ ഇൻസൈഡ് നമ്മൾ ചീസി ഫില്ലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ചീസ് ഫില്ല് ചെയ്യാൻ പോകുന്നുള്ളത് കൊണ്ട് ഒരു സൈഡ് മാത്രമേ നമ്മളിവിടെ ബട്ടർ അപ്ലൈ ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇൻസൈഡ് ഫില്ലിങ്ങിൻ്റെ ചീസിൻ്റെ കൂടെ നമുക്ക് ഏതെങ്കിലും ഫ്ലേവേർഡ് ചീസ് ചേർത്ത് കൊടുക്കാം. അതുമാത്രമല്ല സവോള അരിഞ്ഞത്, ടൊമാറ്റോ അരിഞ്ഞത്, അതുപോലെ തന്നെ സ്വീറ്റ് കോണൊക്കെ ഇൻസൈഡ് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, അന്നേരം ഞാനിവിടെ 4 സ്ലൈസസ് ബ്രെഡിൻ്റെയും ഞാൻ ബട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ഇൻസൈഡായിട്ടുള്ള കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫ്ലേവേർഡ് ചീസ് ഇട്ട് കൊടുക്കാം. അതുമാത്രമല്ല നമുക്ക് ചില്ലി ഫ്ലേക്സ്, ഒണിയൻ ഒക്കെ നമുക്ക് ഇൻസൈഡിലിവിടെ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ പ്ലെയിൻ ചീസി ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വേറെ ഒന്നും തന്നെ ചേർക്കാത്തത്. പ്ലെയിൻ ചീസ് നമ്മുടെ റെസിപ്പി തന്നെ അതാണല്ലോ, അതുകൊണ്ട് നമ്മുടെ പ്ലെയിൻ ഗാർലിക് ബട്ടർ ചീസി ബ്രെഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കിനി തവയിൽ വെച്ച് പ്ലെയിനായിട്ട് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റും. പ്ലെയിൻ നമ്മൾ ഇതേപോലെ തവ ചൂടായതിന് ശേഷം തവയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇത്രയും മതി. കണ്ടോ, തവ നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെച്ച ഉടനെ തന്നെ നമ്മുടെ ബട്ടറൊക്കെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചീസും ഇൻസൈഡും കൂടെ ഒന്ന് മെൽറ്റ് ആകണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് നേരം കുക്കിംഗ് ഒന്നുമില്ല, ഒരു ഫ്യൂ മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്ത് എടുത്താൽ മതി. അതുപോലെ തന്നെ ഇതെന്തുമാത്രം ടോസ്റ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. കാരണം നമുക്ക് ചിലർക്കാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് അത്രയും ക്രിസ്പി ആകണ്ട. എനിക്ക് നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ വെക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു സൈഡ് ആയതിനു ശേഷം ഒന്ന് നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് അടുത്ത സൈഡും കൂടെ കുക്ക് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് തുറന്നതിന് ശേഷം നമുക്ക് ബ്രെഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓൾറെഡി എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇൻസൈഡ് ബട്ടർ ചീസൊക്കെ നല്ല മെൽറ്റായിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ക്രിസ്പി ആകണ്ടെങ്കിൽ ഇതിന് മുമ്പ് കുറച്ച് പെട്ടെന്ന് വെച്ചതിന് ശേഷം അന്നേരം തന്നെ നമുക്ക് തിരിച്ചിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ബ്രെഡ് ഇവിടെ ചീസി ബ്രെഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് മൂപ്പിച്ചാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചിട്ട് ഒരു കളർ മാറി ഈ ഒരു സ്റ്റേജിൽ വെച്ച് എടുക്കാം. ഓക്കെ, അത് നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രിഫറൻസാണ്. അന്നേരം
നമ്മുടെ ചീസി ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫിംഗേഴ്സ് ആയിട്ട് വേണോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് സാൻഡ്വിച്ച് പോലെ ട്രയാങ്കിൾ ഷേപ്പാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ചാനൽ ലിൻസീസ് ലിങ്ക് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഈ ഒരു ഈസി റെസിപ്പി ഒന്ന് ഉണ്ടാക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുകയാണ്. കണ്ടോ, നമ്മുടെ ഇൻസൈഡായിട്ട് ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ടുള്ള നല്ല സ്ട്രെച്ചി ആയിട്ട് കാണാൻ തന്നെ എന്ത് രസമാണ് അല്ലേ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും നമുക്കിതൊന്ന് ഫിംഗർ പോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഗാർലിക് ബ്രെഡിൻ്റെ ഫിംഗർ, ചീസി ബ്രെഡ് ഫിംഗറൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത്, ഇത് ജസ്റ്റ് നമ്മളൊരു സ്ട്രെയിറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇങ്ങനെ കുട്ടികൾക്ക് കൊടുത്താലും അവർക്ക് വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ കഴിക്കാനും വളരെ ഇഷ്ടമാണ്. കുട്ടികൾ ചീസി ബട്ടർ ഫിംഗർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എടുത്ത് കഴിക്കുകയും ചെയ്യും. ഓ വാവ്, എന്ത് രസമുണ്ടല്ലേ. അന്നേരം നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അന്നേരം നമ്മുടെ ഈസി റെസിപ്പി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ. ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് അടുത്തത് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.